അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വളയത്തുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഇന്നലെ സംശയത്തിന് അവസരം നൽകി വിശാലമായി ചർച്ച ചെയ്തുകൊണ്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, പറയാം ഇൻഷാ അല്ലാഹ്. ഇന്ന് ഏതൊരു രാത്രിയും ഏതൊരു സന്ദർഭവുമായി ബന്ധപ്പെടുമ്പോൾ അത് നേരത്തെ അതിനെക്കുറിച്ചൊരു അവബോധമുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് കണ്ടുകൊണ്ട് ചെയ്യുന്നതും അശ്രദ്ധരായി ചെയ്യുന്നതും തമ്മിൽ രണ്ടാണ്. ഒരു വ്യക്തിയാണെങ്കിലും ഒരു സമയത്തെ ആണെങ്കിലും ഒരു സന്ദർഭത്തെ ആണെങ്കിലും ഒരു സ്ഥലത്തെ ആണെങ്കിലും അത് മനസ്സിലാക്കി ചെയ്യുന്നതും മനസ്സിലാക്കാതെ ചെയ്യുന്നതും വളരെ അജഗജാന്തരണ്ട്, വളരെ പ്രകടമായ വ്യത്യാസമുണ്ട്. ഇന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ ഭാഗ്യമുള്ള ആളുകളൊക്കെ അധ്വാനിക്കുന്ന വിശുദ്ധ രാത്രിയാണ്. ലാ തുത്ഫിഉ സൂറജക്കും ലയാലിയൽ അശ്ർ, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസ്താവനയാണ്. വിശുദ്ധമായ ദുൽഹജ്ജിലെ പ്രഥമ രാവുകളെ നിങ്ങൾ വിളക്കൂതരുത് എന്ന്. ലാ തുത്ഫിഉ, നിങ്ങൾ ഊതിക്കളയരുത്, സൂറജക്കും നിങ്ങളുടെ വിളക്കുകളെ എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പോകുമ്പോഴാണല്ലോ വിളക്കൂതല്. അപ്പോൾ വിളക്കൂതരുത് എന്നാണ് പറയുന്നത്. ഇഖ്ലാസോടുകൂടി അമല് ചെയ്യേണ്ട സന്ദർഭങ്ങളാണ്. വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്നതിന്റെ ഒരു തഫ്സീർ അതാണ്. വൽ ഫജ്ർ, യഥാർത്ഥ മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന പ്രകാശമയമായ അമലുകൾ തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, അതിന് അള്ളാഹു നൽകുന്ന 1-10 എന്ന നിലയിൽ നൽകുന്ന 10 സവാബ് തന്നെയാണ് സത്യം. കാരണം അള്ളാഹിന്റെ അടുത്ത് മിനിമം 1-10 ആണ്, അതിൽ ചുരുങ്ങിയത് അള്ളാഹിന്റെ അടുത്തില്ല. മൻജാ ബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹ. അത് ഇന്നത്തെ രാത്രി എന്നൊക്കെ പറഞ്ഞാൽ പർവ്വതീകരിച്ച് തരുന്നതാണ്. അത് 10 എന്നൊക്കെ വിട്ടിട്ട് എവിടെ എത്തുകയെന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ രാത്രി ഉറങ്ങിക്കളയേണ്ട രാത്രിയല്ല. അതാണ് ഇപ്പൊ അതിനെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്നൊക്കെ ഉറങ്ങിപ്പെട്ടെന്നാണ്ട് ഞാൻ ഉറങ്ങിപ്പോയി ഉസ്താദേ എന്ന് പറഞ്ഞിട്ടുണ്ട് പലരും. അത് ഭാഗ്യക്കേടാന്ന് പറയാതിരിക്കാൻ പറ്റില്ല. സീസൺ സമയത്ത് കച്ചവടം ഇല്ലാതെ കട അടച്ചിട്ടുള്ള ഭാഗ്യക്കേടല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ. അത് ഗൾഫിലൊക്കെ ഉണ്ട് ചില ആളുകൾ, എനിക്കറിയാം, അലുവ കച്ചവടം. അവർക്ക് ഈ അലുവ കച്ചവടം 10 മാസം ഉണ്ടാവില്ല. പിടിച്ചിരിക്കുന്നത് പെരുന്നാളിന് 4 ദിവസം മുമ്പുള്ള കച്ചവടത്തിലാണ്. അതിൽ ഈ 10 മാസത്തെ വാടകയും കൊടുക്കാണ്ടാവും, ലാഭം ഉണ്ടാവും. കാരണം അത് ഈ സീസണാണ്. ഇതൊരു കച്ചവടമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. സൂറത്തു സഫ്ഫാൻ. വിശ്വാസികളെ, നിങ്ങൾക്ക് നിങ്ങളെ കഠോരമായ നാരകീയ തീച്ചൂളയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു കച്ചവടത്തെ ഞാൻ അറിയിച്ചേരട്ടെ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. ഏതാണ് കച്ചവടം? ഈമാൻ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് അമല് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച്, ദീനിൽ അശാന്തമായി പരിശ്രമിക്കുന്നതിനെ കുറിച്ച് കച്ചവടം എന്ന് തന്നെയാണ് സൂറത്ത് പറയുന്നത്. സൂറത്ത് സഫാണ് ഈ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറ. തിജാറ ഒരു തഫ്സീറിന്റെ ആവശ്യമില്ല, എല്ലാവർക്കും മലയാളം പോലെ അറിയുന്ന വാക്കാണ് കച്ചവടം എന്നുള്ളത്. അപ്പൊ അതിന്റെ നല്ലൊരു സീസണാണ് ഇന്ന്. ഈ ദുന്യാവിന്റെ കച്ചവടം മാത്രം നോക്കിയാൽ പോരല്ലോ. യഥാർത്ഥ ലോകത്തെ ജീവിതത്തിൽ കച്ചവടം വേണ്ട, അവിടേക്കും വേണ്ടേ, അക്കൗണ്ട് നിറയണ്ടേ, ബാങ്ക് അവിടെ ഉണ്ടല്ലോ. അവിടെ വരുമാനം ഇല്ലെങ്കിൽ വഴിമുട്ടൂലേ. ഇവിടെ വരുമാനം ഇല്ലെങ്കിൽ തരക്കടില്ല. മരിച്ചോളെ ദുന്യാവാണിത്. ഇതാരും നിലനിൽക്കണമെന്നല്ല, ഇത് മരിച്ചോണ സ്ഥലമാണ്. അവിടെ വരുമാനം മുട്ടിയാൽ പരാജയമാണ്. ആ പരാജയം പിന്നെ രക്ഷപ്പെടുന്ന പരാജയമല്ല. ഇവിടെ സുഖമുണ്ട്, സന്തോഷമുണ്ട്, സുഖസന്ത സമ്മിശ്രമാണ്, സുഖസന്തോഷ സമ്മിശ്രമാണ്, സന്തോഷ സന്താപ സമ്മിശ്രമാണ്. വല്ലുഹ വല്ലൈലി, വല്ലുഹ സുഖത്തിന്റെ മേൽ അറിയിക്കണാണ്, വല്ലൈലി ഇരുട്ടാണ്, ദുഃഖത്തിന്റെ മേൽ അറിയിക്കണാണ്. വന്നഹാരി വല്ലൈലി എന്ന് പറയാതിരിക്കാനുള്ള കാരണം എന്താന്ന് ഇമാം റാസി റളിയല്ലാഹു പറയാണ്. നഹാറിന്റെ ഒരു ചെറിയ പീസാണ് ലുഹ, പൂർവാഹനം. വല്ലുഹ പൂർവാഹനം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ പൂർവാഹനം ലൈറ്റാണ്, പ്രകാശമാണ്. പ്രകാശം സന്തോഷത്തിന്റെ മേൽ അറിയിക്കണാണ്. ലൈലി ഇരുട്ടാണ്, ഇരുട്ട് ദുഃഖത്തിന്റെ മേൽ അറിയിക്കണാണ്. അപ്പൊ ദുന്യാവിൽ ഒരു മനുഷ്യൻ ജീവിച്ചാൽ കുറെ ദുഃഖം ഉണ്ടാവുക, സന്തോഷം കുറച്ചേ ഉണ്ടാവുള്ളൂ. അതാണ് ഇതിന് മാന. അപ്പൊ ഇവിടെ വരുമാനം മുട്ടിയാല് പ്രശ്നമാണ്, പക്ഷെ വലിയ പ്രശ്നമില്ല. കാരണം മരിക്കാനുള്ള സ്ഥലമാണിത്. മരിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ 2 മയ്യത്തുകളെ ഈ ലോകത്തുള്ളൂ. ഭൂമിന്റെ മുകളിൽ ഇളകാത്ത മയ്യത്ത്, ഭൂമിന്റെ താഴെ ഇളകണ മയ്യത്ത്. ഇന്ന് നമ്മളെ ഇളകാത്ത മയ്യത്താണ്. ഇന്നക്ക മയ്യത്തുനോ ഇന്നഹും മയ്യത്തൂൻ, ഇതൊക്കെ ഇളകണ മയ്യത്തുകളാണ്. നാളെ ഭൂമിന്റെ അടിയിൽ ഇളകാതെ മയ്യത്തായി കിടക്കും. അവിടെയാണ് ജീവിതം തുടങ്ങുന്നത്. ഇളകണ സമയത്തല്ല, ഇനിയും ഒന്ന് ശരിക്കും ഇളകാണ്ട് സുറന്ന കാലത്തിൽ ഊതിയാൽ അള്ളാഹു അവിടെ രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ രാത്രി എല്ലാവരും വളരെ കരുതലോടെ ഇരിക്കണം.
പ്രധാനമായി ഇസ്തിഗ്ഫാർ നന്നായി അധികരിപ്പിക്കുക. ഖുർആൻ പറ്റുന്നതൊക്കെ കാണാതെങ്കിലും ഓതുക. കണ്ടോതാൻ സമയമില്ല, ഈ കച്ചവടത്തിന്റെ തിരക്കിനിടയിൽ, യാത്രന്റെ തിരക്കിനിടയിൽ കണ്ടോതാൻ സമയമില്ലെങ്കിൽ കാണാത്ത കുറെ സുഹൃത്തുക്കളുണ്ടല്ലേ, യാസീൻ, ഖുൽഹുവല്ലാഹ്, ഇതൊക്കെ ഓത് തന്നെ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായിട്ട് സലാത്തില്ല. ഇന്നത്തെ രാത്രി സ്വർഗം വളരെ പെട്ടെന്ന് സ്വന്താക്കാൻ പറ്റുന്ന സൗഭാഗ്യ സന്ദർഭമാണ്. സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ബുദ്ധിമാൻ. അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അവസരങ്ങൾ വന്നിട്ട് ഉപയോഗപ്പെടുത്താതിരുന്നാൽ ഇതിട്ടിട്ടാണ് അള്ളാഹ് നാളെ ചോദിക്കുക. അവസരം തന്നീലേ, അറഫ ഉണ്ടായിരുന്നില്ലേ, പെരുന്നാൾ ഉണ്ടായിരുന്നില്ലേ, ആധിപത്യം ഉണ്ടായിരുന്നില്ലേ, ആരോഗ്യം ഉണ്ടായിരുന്നില്ലേ, വരിയിൽ ഖുർആൻ ഉണ്ടായിരുന്നില്ലേ, ഇതൊക്കെ ചോദിക്കുക. എന്താ മറുപടി അറിയാം? ഒന്നും പറയാൻ പറ്റില്ല. തൊള്ളി വിളിച്ച് അങ്ങനെ ഇരിക്കുക തന്നെ. അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 2 കൊല്ലത്തെ ദോഷങ്ങളാണ് നാളത്തെ നോമ്പുകൊണ്ട് പൊറുക്കുക. മുഹറം 10 നോമ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റ കൊല്ലത്തെ ദോഷേ പൊറുക്കുള്ളൂ. അതിന് മൂസാ നബിയായിട്ട് ബന്ധപ്പെട്ട നോമ്പാണ്. മൂസാ നബി പോലെയല്ലല്ലോ മുത്തു മുസ്തഫ, അഷ്റഫുൽ ഖൽഖല്ലേ, ഒരു കൊല്ലം കൂടി കൂട്ടി തന്നതാണ്. റസൂലുള്ളാഹിന്റെ മഹത്വത്തിന്റെ ഒരു വേർതിരിവും കൂടിയാണ് അത് എന്ന് ചില കിതാബിലൊക്കെ കാണാം. മറ്റേത് മൂസവിയാണ്, ഇത് മുഹമ്മദിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. താഴ്ത്തിയതല്ല, മൂസാ നബി മഹാനായതുകൊണ്ടല്ല ആയിട്ട് ബന്ധപ്പെട്ടതിന് 1 കൊല്ലത്തെ ദോഷം പൊറുക്കുന്നത്. പക്ഷെ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്, അതും ഖുർആനല്ലോ. ചിലരേക്കാൾ അല്ലാഹു തആല മഹത്വപ്പെടുത്തിയിട്ടുണ്ട് അമ്പിയാക്കളിലും മനുഷ്യന്മാരിലൊക്കെ. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ തീരുള്ളൂ. നമ്മൾ വളച്ചു കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അത് അങ്ങനെ തന്നെ ഉള്ളത്. അത് പൊരയിലും അങ്ങനെ തന്നെ, നാട്ടിലും അങ്ങനെ തന്നെ, ഭൗതിക ലോകത്തും അങ്ങനെ തന്നെയാണ്, ആത്മീയ ലോകത്തും. ഭൗതിക ലോകത്തെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. എല്ലാവരും ഒരുപോലെ കാണുകയാണ്. പിന്നെ എന്തിനു ഗൾഫ് പോകണം? അവിടുത്തെ അറബികളെ വേറിട്ട് കണ്ടുകൊണ്ടല്ല ആണ്ടോടുന്നത് അല്ലേ? ഞാനവിടെ നീന്ന ആളാണ്. ഞാൻ കളിയാക്കി ചോദിക്കല്ലേ, ഞാനും ഗൾഫിൽ പള്ളിയിൽ ഇമാമായിട്ട് അന്തസ്സായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. എന്തിനാ അങ്ങോട്ട് കൊണ്ട് ഇവിടെ പള്ളിയിലേറ്റാ? കിട്ടണ ഞൊട്ട് കുറച്ച് കൂടുന്ന എഴുതിയിട്ട് തന്നെ അങ്ങോട്ട് ഓടിയത്, വേറെ ഒന്നുമല്ല. ഞാനിപ്പോ അവിടെ പള്ളിയിൽ അവിടെ ഒഴിഞ്ഞു പോയിട്ട് ഈ ബാത്ത് എടുക്കാൻ വേണ്ടി പോയെന്നല്ല. ഇവിടത്തേക്കാളും ശമ്പളം അവിടെ കിട്ടും എന്നായിരുന്നു അന്നത്തെ തല. കോളേജിൽ നിന്ന് ഇറങ്ങിയ ഒരു തല ഉണ്ടാവില്ല, അതങ്ങനെയായിരുന്നു. അതിനെ ആണ്ട് പോയത്, വേറെ ഒന്നിനുമല്ല. അപ്പൊ നമുക്കറിയാം ദുന്യാവിലെ എല്ലാവരും ഒരുപോലെ അല്ല നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അത് ഗൾഫിൽ മാത്രമല്ല, ഇവിടെ അങ്ങനെ തന്നെയല്ലേ. ദുന്യാവിൽ ഒരുപോലെ അല്ലല്ലോ. എന്നാൽ അത് ആത്മീയ ലോകത്ത് ഒരുപോലെ അല്ല, അത് ഉറപ്പാണ്. അപ്പോഴേക്ക് ഇത് എങ്ങനെ ശിർക്കും കുഫ്റുമാണ്, അതാ മനസ്സിലാത്തത്. ദുന്യാവും ആഖിറൊക്കെ എല്ലാവരെയും അല്ലാഹു തആല ഒരുപോലെ അല്ല ആക്കിയത്. സ്ഥലവും അങ്ങനെയല്ല, സന്ദർഭം അങ്ങനെയല്ല, വ്യക്തികളും അങ്ങനെയല്ല. നമ്മൾ സ്ഥലം അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കും, കാരണം വീട് പോലെയല്ല പള്ളി. സന്ദർഭം അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കും, കാരണം റമളാൻ പോലെയോ അല്ലെങ്കിൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 പോലെയല്ല മറ്റു ദിവസങ്ങൾ. വ്യക്തികളും അങ്ങനെയല്ല എന്നാണ് അതും എല്ലാവരും ഒരുപോലെ എന്ന് പറഞ്ഞൊരു കാര്യമില്ല. അതും വേറെ വേറെ തന്നെയാണ്. അതും ആണ്ടുകൊണ്ട് വല്ലാത്ത ഏറ്റവും വ്യത്യാസം സ്ഥാനങ്ങളിലുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളാണ്, അതിലേറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവാണ് 9 അറഫ. അറഫ എന്ന് പറഞ്ഞാൽ തന്നെ അറഫ ആരിഫ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ്. എന്താണ് ഈ അറിയുന്നത്? അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഇന്ന് ഞാൻ പറഞ്ഞു, ബാക്കി ഞാൻ നാളെ പറയും ഇൻഷാ അല്ലാഹ്. സൂറത്ത് യാസിൻ കഴിഞ്ഞിട്ടില്ല, ഈ 2 ദിവസത്തിന് വേണ്ടി മാറ്റി വെച്ചാണ്. ഇൻഷാ അല്ലാഹ് പെരുന്നാൾക്ക് സൂറത്ത് യാസിൻ തുടരും. അറഫ എന്താണ് ഈ അറഫ? ആദം നബി അലൈഹി ഇസ്ലാം സ്വർഗത്തിൽ നിന്ന് നോന്ന് പറഞ്ഞ് പഴം അറിയാണ്ട് നിന്നുപോയി. അപ്പൊ ഇത് തെറ്റല്ല എന്ന് ഉറപ്പാണ്, കാരണം ഇങ്ങനെ പലതും പറിച്ച കൂട്ടത്തിൽ പെട്ടതാണ്. എല്ലാം തിന്നോളി, ഇത് തുടരുത് എന്നുള്ള പറഞ്ഞു. കാരണം അത് തൊട്ടാ മൂത്രയിക്കാൻ മുട്ടും. അങ്ങനെ ചില കിതാബിലുണ്ട്. സ്വർഗത്തിലെ ഏത് പഴം നിന്നാ ഇത് തൊട്ടാൽ മൂത്രയിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്ക് ആവശ്യം വരും. ആദം അലൈഹി ഇസ്ലാം അത് തിന്നപ്പോ ആദം അലൈഹി ഇസ്ലാമിന് ടോയ്ലറ്റ് പോകണമെന്നായി. അപ്പൊ അവിടെ അങ്ങനെ കറങ്ങാൻ, സ്വർഗത്തിൽ ടോയ്ലറ്റ് ചെല്ലാം. അള്ള വെച്ച് എന്താ അങ്ങനെ കറങ്ങണം വെച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതിവിടെ പറ്റൂല, അതിനങ്ങോട്ട് അറിയിക്കോളി. സത്യത്തിലും മനുഷ്യൻ ദുന്യാവക്ക് വന്നത് ടോയ്ലറ്റിൽ ഇരിക്കാനാ, വേറൊന്നിനുമല്ല. ഇത് റൂഹുൽ ബയാൻ എന്നുള്ള കിതാബ് കാണാം. മനുഷ്യൻ ദുന്യാവക്ക് വന്നത് ടോയ്ലറ്റിൽ ഇരിക്കാണ്. ദുന്യാവ് ടോയ്ലറ്റാണ്. അദ്ദുന്യാ മൽഊനത്തുൻ, അദ്ദുന്യാ ജീഫത്തുൻ, ഇങ്ങനെ പല റിപ്പോർട്ടുകൾ കാണാം. അദ്ദുന്യാ മൽഊനത്തുൻ വമാ ഫീഹാ മൽഊനുൻ ഇല്ലൽ ആലിമ അവൽ മുതഅല്ലിമ ഔ ദിക്റല്ലാഹ് ഔ മാ വാല ഔ ഫീ റിവായത്തിൻ ഔ മൻ വാല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദുന്യാ ജീഫത്തുൻ വതുല്ലാബുഹാ കിലാബുൻ, അദ്ദുന്യാ മസ്റഅത്തുൻ, ഇങ്ങനെ പല റിപ്പോർട്ടുകൾ കാണാം. അദ്ദുന്യാ ളില്ലത്തുൻ, ഇതൊരു നിഴലാണ്, ഒരു മരത്തിൽ നിന്ന് അടിക്കുന്ന നിഴലാണ്. യാത്രക്കാരൻ ചിലപ്പം കുറച്ചവിടെ ഇരുന്ന് വരും, കുറച്ച് കഴിഞ്ഞാണ്ട് പോവുകയും ചെയ്യും. ഇവിടെ ഇരുന്നിട്ട് കരഞ്ഞൊരു മനുഷ്യണ്ട്, ഇന്നലെ മരിച്ചു. ഇവിടെ ആൾ ഇരിക്കല്, ഇവിടെ ഇരിക്കല്, ഈ മൂപ്പര് ഇരിക്കണ. നിങ്ങൾ പഠിക്കണ്ട, ടൗണ് മരിക്കുന്നല്ലേ പറഞ്ഞേ, ആ ഏരിയയിൽ ഇങ്ങനെ ഇരിക്കല. ഇന്നലെ ആ ഫോട്ടോ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. പഠിച്ചോനെ, നമ്മളെ മജ്ലിസിൽ എന്നും വന്നിരിക്കുന്ന ഒരു മനുഷ്യനല്ല റബ്ബേ, നല്ല മനുഷ്യൻ, റജുലുൻ സ്വാലിഹ് എന്ന് പറയാൻ പറ്റുന്ന ആള്. എന്താ അദ്ദേഹത്തിന്റെ പേര്? മൊയ്തീനൊക്കെ ബാബാന്ന് വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ അദ്ദേഹത്തിന്.
മൊയ്തീന് യാ അല്ലാ യാ അല്ലാ. ഇവിടെ മാത്രല്ല അയാൾ വന്നിരിക്കുക, ആൾക്ക് ആഖിറത്തിൽ ഉപകാരമുള്ള ഏത് പള്ളിയിൽ ഏത് മജ്ലിസിലിരിക്കും. ഇതാണ് എന്റെ അറിവ്. ആടെ പൂക്കിയിലുണ്ടാവും. അയാൾക്ക് തോന്നുകയാണ് ഇവിടെ ഇരുന്നാൽ ആഖിറം രക്ഷപ്പെടും തോന്നുന്ന എല്ലാ മജ്ലിസിലും ആളുണ്ടാവും. അങ്ങനെയാണ് ഇവിടെയും വന്നിരുന്നത്. വന്നിരിക്കാൻ തുടങ്ങിയിട്ട് മരിക്കണ അതിന്റെ തലേന്ന് വരെ ഇരുത്തം മുറിഞ്ഞിട്ടില്ല. ഞാൻ ഇടയ്ക്ക് കാസർഗോഡ് മംഗലാപുരം വാതിന് പോണ സമയത്ത് തിരൂര് പള്ളിയിൽ പോയിട്ട് 2 റക്അത്ത് നിസ്കരിക്കും. അവിടെ എപ്പ പോയാലും ഈ മനുഷ്യൻ അവിടെ ഇരിക്കണ്ടാവും. ഞാൻ വരണുണ്ട് എന്ന് വിചാരിച്ചിട്ട് നേരത്തെ പോയി ഇരുന്നല്ല, ഞാൻ വരുന്ന മുപ്പര അറിയില്ല. അവിടെ ഉണ്ടാവും ഇരിക്കണം. നിസ്കാരം കഴിഞ്ഞാല് ചിലപ്പോ ഒരു മൂലക്ക് ഒരാൾ കിടന്നുറങ്ങണ്, കൈക്കലും മാല ഉണ്ടാവും, തസ്ബീന്റെ മാല, കാക്കി കുപ്പായ ഇടുക, കാരണം ഡ്രൈവറാണ്. സാധാരണ ഈ ടാക്സി ആയിട്ട് നടക്കുന്ന ആൾക്കാരെന്താ പറയല്, നിസ്കരിക്കണം എന്നൊക്കെ ഉണ്ട് ഉസ്താദേ, ഈ ടാക്സിന്റെ ഇതുകൊണ്ടായതുകൊണ്ട് പറ്റണില്ലാന്നല്ല. അത് തിരുത്തി എഴുതിയ ആളാണ് അയാൾ. അല്ലാഹു തആല നാളെ നമ്മൾ എന്തെല്ലാമാണോ പടച്ചോനിലേക്ക് അടുക്കാൻ തടസ്സമായി പറയുന്നത് അതിനൊക്കെ എതിരെ ഹുജ്ജത്ത് അവിടെ കൊണ്ടുവരും. ഇപ്പൊ മുതലാളിമാർ പറയാണ്, പടച്ചോനെ എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിപ്പോയി, അയ്യ തന്നല്ല, അയ്മ കെട്ടി പറഞ്ഞിട്ടാണ് എനിക്ക് ആഖിറം നഷ്ടപ്പെട്ട് എനിക്ക് കൂടുതൽ അമല് ചെയ്യാൻ കഴിയാതെ വന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പൈസക്കാരനെ അവിടെ കൊണ്ടുവരും. സുലൈമാൻ നബിനെ കൊണ്ടുവരും. ഇയാൾ പൈസക്കാരനല്ലേ എന്ന് ചോദിക്കും. ഇയാൾ എന്റെനേക്കാളും വലിയ പൈസക്കാരനല്ലേ? ഇയാൾക്ക് എന്നിലേക്ക് അടുക്കാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നു? അത് ഞാൻ അഥവാ നബി ആണല്ലോ എന്ന് പറഞ്ഞാൽ വലിയ പൈസക്കാരൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ അവിടെ കൊണ്ടുവരും. സഹാബാക്കളെ വലിയ മുതലാളിയാണ്. ഇദ്ദേഹം വലിയ മുതലാളിയല്ലേ? നിന്റെ അടുത്തുള്ളതിനേക്കാളും വലിയ പൈസ ഉണ്ടായിരുന്നല്ലോ. സുഹൈബുർ റൂമി അവിടെ കൊണ്ടുവരും. അന്നത്തെ യൂസുഫ് അലി ആയിരുന്നു, മക്കത്തെ യൂസുഫ് അലി ആയിരുന്നു. ഇദ്ദേഹം വലിയ മുതലാളിയായിരുന്നല്ലോ. ഇയാൾ പള്ളിയിലുണ്ടായിരുന്നല്ലോ. എന്താ പറയാ? അപ്പൊ പറയാണ്, പടച്ചോനെ എനിക്ക് കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹിന് മക്തൂനെ അവിടെ കൊണ്ടുവരും. ഇയാൾക്ക് കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നില്ലല്ലോ, ഇയാൾ പള്ളിയിലുണ്ടായിരുന്നല്ലോ. അപ്പൊ പറയാണ്, ഞാൻ എനിക്ക് മന്ത്രി ആയതുകൊണ്ട് ശേഷം പിന്നെ കുറെ ഉത്തരവാദിത്വം കൂടി തന്നെ മന്ത്രിമാരവിടെ കൊണ്ടുവരും. വലിയ രാജാക്കന്മാരുണ്ടായിരുന്നു, ഔലിയാക്കള്. വലിയ ആളുകൾ ഉണ്ടായിരുന്നില്ലേ? ഉമർ ബിൻ അബ്ദുൽ അസീസ് ആരാണ്? വലിയ രാജാവല്ലേ, സാഹിദു അല്ലേ? അതുപോലെ ഞാൻ മനസ്സിലാക്കണം, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പറയാണ് ഞാൻ ഡ്രൈവർ ആയതുകൊണ്ട് പടച്ചോനെ എനിക്ക് വല്ലാതെ ജമാഅത്തിനൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല, നല്ല മജ്ലിസിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ മുമ്പിൽ ഈ മനുഷ്യനെ കൊണ്ടുവരും. ഇങ്ങനത്തെ ആളെ കൊണ്ടുവരും. അതിലും ഉപരും മുട്ടുകണല്ലോ. ഇയാളെ ഡ്രൈവർ അല്ലായിരുന്നോ? എന്താ മറുപടി അറിയാം? ഒന്നും പറയാൻ പറ്റില്ല. ഇയാള് ഡ്രൈവർ അല്ലായിരുന്നോ? ഇയാൾ എന്നെ നാട്ടുകാരല്ലായിരുന്നോ? ഇയാൾക്ക് വണ്ടി ഉണ്ടായിരുന്നില്ലേ? ഇയാൾ കാക്കിട്ടിന്നില്ലേ? ഇയാൾ മൂലേരല്ലോ, കാക്കിട്ട ഡ്രൈവർ ആയിരുന്നു. ഇയാൾക്ക് നിസ്കാരം അടങ്ങിയിട്ടില്ലല്ലോ. ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അള്ളാഹു ഹുജ്ജത്തായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു അയാൾ. ആൾക്ക് നിസ്കാരം മുടങ്ങലില്ല. ഞാനുമായിട്ട് അദ്ദേഹം കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലം. ഇക്കാലത്തിനടക്ക് അയാൾ കണ്ണീരൊൽപ്പിച്ച് പറഞ്ഞൊരു കാര്യം ഉണ്ടെങ്കിൽ ആക്കബത്ത് നന്നായി മരിക്കാൻ തോർക്കണം ഉസ്താദേ എന്ന് പറയില്ല. സാധാരണ ഒരാൾ വാടക ഒന്നുമില്ലാതെ വള്ളിയിൽ ഇങ്ങനെ കിടന്നുറങ്ങണമെങ്കിൽ കണ്ട എന്താ പറയാ, ഇന്ന് രാവിലെ ഇറങ്ങിയ അവസ്ഥ ഒരു കൈനീട്ടം കൂടി കിട്ടിയിട്ടില്ല എന്നാ പറയാ. അയാൾ അപ്പോഴും പറയില്ല അതല്ല ഉസ്താദ്, അതിനല്ലേ ആക്കബത്തിന്റെ കാര്യം എന്നിട്ടാണ് കാര്യം തന്നെ. റബീഉൽ എല്ലാ ദിവസം കാര്യ മനുഷ്യൻ. കാരണം മുഹമ്മദ് എന്നാണ് കേട്ട പിന്നെ അതീത് കേൾക്കണ്ട, പൊട്ടിക്കാര്യം. അതാണ്ട് കേട്ട അപ്പ കാര്യമാണ്. ചരിത്രം കേൾക്കണ്ട, ഈ പേരാണ്ട് കേട്ട കാര്യയുടെ മനുഷ്യനാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ദറജ ഉയർത്തി കൊടുക്കട്ടെ. ചിലരൊക്കെ മരിച്ചാലേ നമ്മളെ കണ്ണോർക്കുള്ളൂ. അങ്ങനെ ഉണ്ട്. ഇന്നലെ കുറെ ആളുകൾ എന്നോട് പറഞ്ഞു, മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുത്ത കുറെ ആളുകൾ, എത്ര പോരെ ആളുകളാ ഉസ്താദേ എന്ന്. അതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ പോയ ആളുകളിൽ ഭൂരിഭാഗം ആളുകൾക്ക് മറ്റവനെ അറിയില്ല. എന്താ, ഇയാള് പല സ്ഥലത്തും പലരേറ്റും ബന്ധമുണ്ട്. അവരൊക്കെ ഒഴുകിയതാ മൂല്യന്മാരൊക്കെ. എല്ലാ സംഘാടകരേറ്റും ബന്ധമുണ്ട്. ഹക്കിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ മനുഷ്യന്മാരേറ്റും ബന്ധമുണ്ട്. ഇന്ന പാർട്ടിന്നൊന്നുമില്ല. ഓലൊക്കാണ്ട് ഒഴുകിക്കുന്നു, നിറഞ്ഞിക്കണ്. അവരൊക്കെ കൂടി ഇയാൾക്ക് വേണ്ടി കൈ പൊക്കിയിട്ട് ഷഫാത്ത് ചെയ്താൽ ഇയാൾ മണ്ണിന്റെ അടിയത്തെ ജീവിതം പൊന്നാവൂലേ? മണ്ണറല്ല, മൂപ്പർക്ക് മണിയറയാവൂലേ? അതാണ് ചില മനുഷ്യന്മാര് നടന്നു പോയാലും മണലിക്കൂടി നടക്കും പോലെയാണെന്ന് പറഞ്ഞു. മണലിക്കൂടി നടന്നാൽ ഒച്ച ഉണ്ടാവില്ല, അടയാളം ഉണ്ടാവും. ചില ആളുകള് ജീവിക്കുമ്പോ മണലിക്കൂടിയല്ല ചമ്മലേക്കൂടി നടക്കും പോലെയാണ്. ഒച്ചപ്പാടുണ്ടാവും, അടയാളം ഉണ്ടാവില്ല. നമ്മൾ മണലിക്കൂടി യാത്ര ചെയ്യുന്ന ആളുകളായിരിക്കണം. നമ്മൾ ഇങ്ങനെ നടന്നു പോകണം. ബഹളം ഒച്ചപ്പാടും ഉണ്ടാവില്ല. നമ്മളെ കൊണ്ട് ആർക്കും ഒരു പരിക്കുണ്ടാവില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല. മരിച്ചു കഴിഞ്ഞാൽ എവിടെയും നമ്മളെ അടയാളം ഉണ്ടാവും. ആ മജ്ലിസ്, ഈ മജ്ലിസ്, ആ പള്ളി, ഈ മദ്രസ, അവിടെ ഇവിടെ അവര് ആൾക്കാരിങ്ങനെ പറയും. നമ്മളൊക്കെ ആസ്വദിച്ചിട്ട് ഭൂമിന്റെ അടിയിൽ ഇങ്ങനെ കിടക്കും. ആ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. മണലിക്കൂടി നടന്നു വന്ന വ്യക്തിയെ പോലെ ആയിരിക്കണം. അടയാളങ്ങൾ ബാക്കി വെച്ച് ഒച്ചപ്പാടില്ലാതെ പോകണം. ആർക്കും ഒരു പരിക്ക് നമ്മൾ ഹയാത്തോണ്ട് ഉണ്ടാവരുത്.
നമുക്ക് ഒരാളും ശത്രു ആവരുത്, നമ്മൾ ഒരാൾക്കും ശത്രു ആവരുത്. ഒരൊറ്റ മുഅ്മിനെയും ഹൃദയം കൊണ്ട് വെറുക്കരുത്, ആരെയും തരം താഴ്ത്തരുത്, ഒരാളെ ഈബത്ത് പറയരുത്. ഈബത്ത് പറയുന്ന നാവുകൊണ്ട് കെലിമെല്ലാം കഴിയില്ല, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഗീബത്ത് പറയുന്ന നാവുകൊണ്ട് കെലിമെല്ലാം കഴിയില്ല, കാരണം ഗീബത്ത് നാവുകൊണ്ടുള്ള വ്യഭിചാരമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നമുക്ക് ലാസ്റ്റ് സമയത്ത് അള്ളാഹു തആല ഖൽബിൽ ബോധം കിട്ടിട്ട് തരും. ലാസ്റ്റ് ദിക്ർ ചെല്ലുക എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിച്ചാൽ കിട്ടുന്നതല്ല. അതിനെക്കുറിച്ചുള്ള ഹദീസ് തന്നെ എന്താ നിങ്ങള്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ അതിന്റെ അർത്ഥം? മൻ ഏതൊരുത്തൻ കാന ആഖിറു കലാമി, ഓന്റെ ലാസ്റ്റ് വാക്ക് സംഭവിച്ചു പോയാൽ, ഓൻ പറഞ്ഞാൽ എന്നല്ല, ഓന്റെ ലാസ്റ്റ് വാക്ക് സംഭവിച്ചു പോയാൽ, എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള സംഭവിച്ചു പോയാൽ ദഖൽ ജന്ന, സ്വർഗത്ത് കടന്നു. കാരണം എന്താ? അതാണ് സംഭവിച്ചു പോകണം. നമ്മൾ അധ്വാനിച്ചു പോയാൽ കിട്ടണമല്ല അത്. കാരണം അത്ര വലിയ വേദന എപ്പോൾ ഉണ്ടാവുക. അപ്പൊ ഈ വേദനയിലേക്ക് ശ്രദ്ധാണ്ട് പോവുക. വേദന കൂടിയ മറവി സ്വാഭാവികമാണ്. വീട്ടിൽ നിന്ന് പരീക്ഷയ്ക്ക് എഴുതാൻ നല്ലോണം പഠിച്ചിട്ട് ബൈക്ക് എടുത്ത് ഇറങ്ങിയ പയ്യന് വഴിയിൽ ആക്സിഡന്റ് ആയിട്ട് കാല് പൊള്ളിയാൽ ഇനി ഹാളിൽ പോയിരുന്നാൽ കിട്ടൂല, കാരണം മെമ്മറി പോയിട്ടുണ്ടാവും. ചൂട് കയറിയ മെമ്മറി പോകും. മരണസമയം എന്ന് പറഞ്ഞാൽ കഠിന വേദനയുടെ സമയമാണ്, സ്വാഭാവികമായിട്ടുള്ള മെമ്മറി പോകും. പിന്നെ അത് അള്ളങ്ങണ്ട് കൊണ്ടുവരണം. അതാണ് സംഭവിച്ചു പോകണം. അത് നമ്മൾ തീരുമാനിച്ചു പോയാൽ കിട്ടുന്നതല്ല. ഏതുപോലെ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളിപ്പോ ചെറിയ കുട്ടികൾ പുറത്തിറങ്ങിയിട്ട് നായ കടിക്കാൻ വരികയാണെങ്കിൽ ഈ കുട്ടിയാണ് പറയും മാ എന്ന് പറയും. ഉമ്മ എന്നുള്ളത് വിളിക്കാൻ നേരത്തെ തീരുമാനിച്ചു പോയതല്ലത്, അത് സംഭവിച്ചു പോയതാണ്. അല്ലെ? എന്നെ കടിക്കാൻ നായ വരും, അപ്പൊ ഞാൻ ഉമ്മാന്ന് വിളിക്കും എന്നൊക്കെ തീരുമാനിച്ച് ഒരുങ്ങി പഠിച്ച് ഒക്കെ ഒന്ന് പരിശീലിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടാണോ ഈ വിളിച്ചത്? അല്ല, അത് നായ കണ്ട് വരുമ്പോ ബേജാറിൽ ഉമ്മ എന്നുള്ള കൽബെന്ന് നാവ് കൂടി കൊണ്ട് വന്നാണ് ഉമ്മാ എന്ന് പറഞ്ഞാണ്. സത്യത്തിൽ ഉമ്മ അവിടെ ഇല്ല, അവിടെ ഉള്ളത് മാമട്ടിയാക്കാണ്. പക്ഷെ ഈ കുട്ടിയെ വിളിക്കല് ഉമ്മ എന്നാ, മാമട്ടിയാക്കാന്ന് വിളിക്കൂല. കാരണം എന്താ? കുട്ടിന്റെ ബോധത്തിൽ നിറഞ്ഞിക്കണ ഉമ്മയാണ്. എന്ന പോലെ മുഅ്മിനായ മനുഷ്യന്റെ ബോധത്തിൽ നിറഞ്ഞിക്കണ അള്ളയാണ്. അത് നമ്മൾ തീരുമാനമായിട്ട് പോയാലും കിട്ടൂല. അത് അസ്റായിൽ കണ്ടു വരുമ്പോ പണിയെടുക്കുമ്പോ അറിയാതെ കണ്ടുവരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞു. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അത് സംഭവിച്ചു പോകണം. സംഭവിച്ചു പോകും അധ്വാനിച്ച ആളുകൾക്ക്. ഖൽബിൽ അല്ലാഹ് ഉണ്ടെങ്കിൽ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഒന്ന് ഓർത്തു പോയതാണ്. ഒരു പക്ഷെ അദ്ദേഹത്തിന് ഓർത്ത പോലെ ഈ മജ്ലിസിൽ ഇന്ന് വരെ ആരും ഓർത്തിട്ടുണ്ടാവില്ല. അദ്ദേഹമാണെങ്കിലോ കണ്ടിട്ട് പറയാൻ പറ്റുന്ന ഒരാളല്ല, കണ്ട മഹാ ഫക്കീർ. ഞാൻ ഇന്നലെ വരെ മനസ്സിലാക്കി അങ്ങനെ. പക്ഷെ അത്ര വലിയ ഫക്കീർ ഒന്നും അല്ലാന്നാ ഞാൻ കേട്ടത്. പക്ഷെ അദ്ദേഹത്തിന് ഒരമലും മുടങ്ങിയിട്ടില്ല, ഒരമലും. പരീക്ഷണം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്, അപ്പോഴും സുജൂദ് മുടങ്ങിയിട്ടില്ല. സുഖം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്, അപ്പോഴും സുജൂദ് മുടങ്ങിയിട്ടില്ല. വണ്ടി വാടകയ്ക്ക് വിളിക്കാതെ കെട്ടിക്കിടന്നിട്ട് ഒരു വരുമാനം ഇല്ലാതെ വഴിമുട്ടിയിട്ട് ഒരു ദിവസം ഒരു ഓട്ടോ ഇല്ലാത്ത ദിവസം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്, അപ്പോഴും പള്ളിയിൽ അദ്ദേഹം സജീവമാണ്. നല്ലോ ഓട്ടമുള്ള ദിവസം അദ്ദേഹത്തിനുണ്ട്, അപ്പോഴും ജമാഅത്തിന് അദ്ദേഹം സജീവമാണ്. അതാണ് അള്ളാന്റെ തെരഞ്ഞെടുപ്പ്, അതാണ് അള്ളാന്റെ തെരഞ്ഞെടുപ്പ്. അള്ളാഹു നമുക്കും അതിന് അവസരം തരട്ടെ. അള്ളാഹു നമുക്കും ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനുള്ള അവസരം പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ഇന്നത്തെ രാത്രി ആരും മറക്കണ്ട. ആരോഗ്യാണ് നെയ്റ്റോ? ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കലില്ല, അതുകൊണ്ട് പേരറിയില്ല. നെയ്റ്റപ്പ് അല്ലേ? രാത്രി അപ്പം അതിന്റെ അർത്ഥം അല്ല, നൈറ്റ് അപ്പം എന്ന് പറയുമ്പോ അങ്ങനെ ഒരു അർത്ഥം വെച്ചിട്ടാണ്. അപ്പൊ ആയിക്കോട്ടെ, നൈറ്റപ്പ് ഹോട്ടൽ ഏതായാലും ഇവിടെ കാണണേ. അള്ളാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. അപ്പൊ അവരെ വക ചായ ഉണ്ട്, ചീരിഞ്ഞൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല അവരുടെ കച്ചവടത്തിലൊക്കെ വരുമാനം, ഹലാലായ വരുമാനം കൂട്ടിക്കൊടുക്കട്ടെ. എല്ലാവിധ തകർച്ച തളർച്ചയിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു തആല അവർ കൊടുക്കുന്ന ഭക്ഷണത്തിലൊക്കെ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൊള്ളൽ നാളത്തെ സ്വർഗീയ ഇരുത്തത്തിനുള്ള കാരണമായി സ്വീകരിക്കട്ടെ. ഇന്നത്തെ രാത്രി നന്നായിട്ട് ഒരുങ്ങാനുള്ള ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ രാത്രി വെറുതെ ഉറക്കൊഴിഞ്ഞ് കളഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും അന്തം കെട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് സമയം കളയുന്നതിന് തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 25,564 ദിവസം ഒരു മനുഷ്യന് 70 വയസ്സ് ജീവിച്ചാൽ അള്ളാഹു തരുമെങ്കിൽ, ഒരു ദിവസം 86,000 ചില്ലാൻ സെക്കൻഡുകൾ നമുക്ക് തരുമെങ്കിൽ, ഇതൊക്കെ ആഖിറത്തിന് വേണ്ടി അള്ളാഹു മൂലധനമായി തന്ന സമ്പത്താണ്. ഇത് തകർന്നു പോയാൽ പരലോകം നഷ്ടപ്പെടും. ഇത് ആഖിറത്തിന് വേണ്ടി യഥാവിധി തത്വയോടെ ചൊല്ലി പറഞ്ഞ് അധ്വാനിച്ച് രാത്രിയൊക്കെ സജീവമാക്കി സുജൂദ് അധികരിപ്പിച്ച് ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ച് ദിക്ർ ഫിക്റിലൂടെ രാത്രിയെ ധന്യമാക്കാൻ, ഹയാത്താക്കാൻ അള്ളാഹു അവസരം പ്രദാനം ചെയ്യട്ടെ.
നമ്മളിൽ നിന്ന് വിട പറഞ്ഞ പ്രിയപ്പെട്ട ബാവ എന്ന സഹോദരൻ അല്ലാഹു തആല ആഖിറും വെളിച്ചായി കൊടുക്കട്ടെ, ഖബർ സന്തോഷമായി കൊടുക്കട്ടെ, ഖബർ കണ്ണെത്താ ദൂരത്തേക്ക് വിശാലായി കൊടുക്കട്ടെ. അല്ലാഹു തആല അദ്ദേഹത്തിനെ, നമ്മളെ, അവരുടെ കുടുംബത്തെ, നമ്മളെ കുടുംബത്തൊക്കെ ഹബീബിന്റെ കൂടെ അൽ ഫിർദൗസുൽ അലയിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പടച്ചോനെ പറഞ്ഞോ കേട്ടോ നീ കബൂലാക്കണേ അല്ലാഹ്. അള്ളാഹു ഞങ്ങളുടെ എല്ലാ സയ്യിഅത്തും ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാഹ്. ഹൃദയങ്ങൾ മാരിഫത്തിന് വേണ്ടി തുറന്നു തരണേ അല്ലാഹ്, മഹബത്തിന് വേണ്ടി തുറന്നു തരണേ അല്ലാഹ്. അല്ലാഹു മൻ തവാളാ ലില്ലാഹി റഫഅഹുല്ലാഹ് ആ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹു. ഇബാദുർ റഹ്മാനില്ലദീന യംശൂന ഫിൽ അർളി ഹൗന ആ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين ഇമാമാ ഇമാമിങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ദുരിതങ്ങളും ഒഴിവാക്കി തരണേ അല്ലാഹ്. കഠിന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്. രോഗങ്ങളായി, മാനസിക അസ്വസ്ഥതയായി, ദാരിദ്ര്യമായി, കടങ്ങളായി, ക്ഷീണങ്ങളായി, കുടുംബ വഴക്കുകളായി, ഭാര്യമാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളായി, കുടുംബത്തിലുണ്ടാകുന്ന അകൽച്ചകളായി, മറ്റു പല പല കാര്യങ്ങളും എല്ലാം നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. കച്ചവടക്കാരുണ്ട്, ഖൈറും ബർക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ഉലമാ മുത്തഅല്ലിമീൻ ഞങ്ങൾ ഉഖറവിയ ഉലമായിൽ മുത്തഅല്ലിമീങ്ങളിലും പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഭൂമിയിലുണ്ടാകുന്ന സഹിക്കാൻ കഴിയാത്ത വേദനകൾ, രോധനങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, പെടുന്നതിനുള്ള മരണങ്ങൾ, ശത്രുക്കൾ, ഏഷണി, ഭീഷണി, അപമാനം, നിന്ദ, പരിഹാസ, പരാജയങ്ങൾ എല്ലാത്തിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. കടത്തിൽ കുടുക്കി മെരുക്കി മരിപ്പിക്കല്ല അല്ലാഹ്. കടക്കാരനായി തീർക്കല്ല അല്ലാഹ്. രോഗങ്ങളെ കൊണ്ട് തളർത്തല്ല അല്ലാഹ്. ഒരുക്കമില്ലാത്ത മരണത്തിൽ പെടുത്തല്ല അല്ലാഹ്. പെടുന്നതിനെ മരിപ്പിക്കല്ല അല്ലാഹ്. അപകടം വരുത്തല്ല അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. വലില്ലാഹിൽ ഇസ്സത്ത് വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞവരിൽ പെടുത്തണേ അല്ലാഹ്. ദുനിയാവിൽ ഇസ്സത്തും ആഖിറത്തിൽ നജാത്തും നൽകണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ ആത്മീയ റൂട്ട് മാപ്പിന്റെ ലൊക്കേഷൻ ശരിയാക്കി തരണേ അല്ലാഹ്. ഗതാഗത ഗുരുക്കിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് ورحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد جعلنا من خيار أمته ومن محبيه واغفر لنا ولوالدينا وللحجاج والعمال ولمن استغفروا لهم ولمن ماتوا منا ومنهم ولمن دفنوا حول هذا المسجد وفي هذه البلدة ولجميع المؤمنين والمؤمنات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.